ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലിപ്പ് കേൾപ്പിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആ മൂന്നാമത്തെ ക്ലിപ്പ് വന്നിട്ട് ആ മൊയ്ലിയാരെ ക്ലിപ്പിൽ പാപികളായ ആഖിറുസ്സമാനിലെ ചണ്ടിച്ചവറുകളായ എനിക്കും നിങ്ങൾക്കും ദുനിയാവും തരാനുള്ളത് ശൈഖുനയാണ്, ആഖിറവും നൽകാൻ സാധിക്കുന്നവർ ശൈഖുന തന്നെ. നമ്മുടേതായി നമ്മുടെ കരങ്ങളിൽ ഒന്നുമില്ല. എന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എന്ത് ഖൈറുകളുണ്ടോ, എന്തെല്ലാം നിഅമത്തുകളുണ്ടോ, എല്ലാം മടവൂരിൽ നിന്നാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ക്ലിപ്പ് ആദ്യ ദിവസം കേട്ടപ്പോൾ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എൻ്റെ ഒരു ദുർബലമായിട്ട് നിങ്ങൾ കണ്ടോളൂ. ഇതിൽ എത്ര കുഫ്രാളുള്ളതെന്ന് അറിയാം നിങ്ങൾ. ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന എത്ര വലിയ കുഫ്രാളുള്ളത്, എത്ര ഖുർആനിന്റെ വചനത്തെയാണ് അയാൾ ഖണ്ഡിക്കുന്നത്. ഈ ഒരൊറ്റ ക്ലിപ്പിട്ടാൽ 3.5 മണിക്കൂർ ആ ക്ലിപ്പിൽ മാത്രമുള്ള വൈരുദ്ധ്യം ആയത്തുകൊണ്ട് പറയാൻ പറ്റും. അതായത് അള്ളാഹുവിന്റെ സ്ഥാനത്ത് പൂർണ്ണമായിട്ട് അള്ളാഹിനെ പൂർണ്ണമായിട്ട് മാറ്റി വെച്ചു. ആ അള്ളാഹിന്റെ സ്ഥാനത്ത് CM മടവൂരിനെ കുടിയിരുത്തി. എന്നിട്ട് എന്താ പറയുന്നത്? ദുനിയാവിൽ എന്ത് ഖൈറുണ്ടോ അതൊക്കെ നൽകുന്നത് ആരാ? നിങ്ങൾ ആലോചിച്ചു. അതൊക്കെ നൽകുന്നത് എന്റെ റബ്ബ എന്ന് പറയേണ്ട ഒരു മുഅ്മിൻ, താടി വെച്ച തലപ്പാവുള്ള ഒരാള്, പച്ച കുഫ്ർ വിളിച്ചു പറയാ എന്ത്? ഈ ദുനിയാവിൽ എന്ത് ഖൈറുണ്ടോ അത് മുഴുവനും എനിക്ക് തരുന്നത് CM മടവൂരാണ്. ആഖിറത്തിൽ എന്ത് ഖൈറുണ്ടോ അത് മുഴുവനും നൽകുന്നത് CM മടവൂരാണ്. ഇസ്ലാം എന്ന് പുറത്തുപോയ അയാള് മുസ്ലിം അല്ല. അയാള് മുസ്ലിം എന്ന് പോലും പറയാൻ പറ്റില്ല. മനുഷ്യൻ എന്ന് പറയാൻ പറ്റുമോ? അതും പറ്റില്ല. ഇത്ര വലിയ നന്ദി കെട്ട ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലഖനൂദ്. ഈ നിങ്ങൾ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലഖനൂദ് എന്ന് വായിച്ചാൽ നിങ്ങൾക്കറിയാം, ഒരു കുതിരയെ ഉദാഹരിച്ചുകൊണ്ട് അള്ളാഹു പറയാണ്, ഒരു കുതിര യജമാനനോട് കാണിക്കുന്ന നന്ദി. പക്ഷെ മനുഷ്യൻ അത്രയില്ല. നന്ദി കെട്ട മൊയ്ലിയാര് ആലോചിച്ചൊക്കെ, നന്ദി കെട്ട മൊയ്ലിയാര്. അതെന്താ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, നിങ്ങളൊക്കെ സൂറത്ത് ബഖറയിലെ 202, 203, 204 ഈ ആയത്തിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. എന്താ ദുആ? നമ്മൾ ഏറ്റവും കൂടുതൽ നടത്തുന്ന ദുആ, അതായത് മക്കയിൽ പോയാൽ ഹറമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നടത്തുന്ന ദുആകളിൽ ഒന്നാണ് റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. എന്താ അതിന്റെ അർത്ഥം? റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ആതിന ഫിദ്ദുന്യ, ഈ ദുനിയാവിൽ നല്ലത് തരണം, വഫിൽ ആഖിറ, ആഖിറത്തിലും നല്ലത് തരണം, അപ്പൊ ദുനിയാവിലും ആഖിറത്തിലും നല്ലത് തരണം എന്ന് നമ്മൾ ദുആ ചെയ്യേണ്ടത് ആരോടാ? അള്ളാഹിനോടാണ്. മൊയ്ലിയാർ പറയുന്നത് എന്താ? CM മടവൂരിനോടാണ്. റബ്ബന എന്നുള്ള സ്ഥാനത്ത് CM മടവൂരിന്റെ ചിട്ടടി മീത്തൽ അബൂബക്കറെ, ദുനിയാവും ആഖിറവും തരുന്നത് നീയാണ് എന്ന് നമ്മളോട് ദുആ ചെയ്യാൻ പറയാം. നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഭീകരത മനസ്സിലായോ? ഈ സമുദായം എത്ര വലിയ ഇരുട്ടിലാണ് നിങ്ങൾക്ക് മനസ്സിലായോ? തീർന്നില്ല. നിങ്ങൾ സൂറത്ത് യൂസുഫ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഒരു ദുആ, എന്നിട്ട് നിങ്ങൾ ഇയാളുടെ ക്ലിപ്പായിട്ട് നിങ്ങളൊന്ന് താരതമ്യം ചെയ്തു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചെന്ന് യൂസുഫ് നബിയുടെ ചരിത്രത്തിൽ ആ വാചകം ഒന്ന് ശ്രദ്ധിച്ചു നോക്കേ. നിങ്ങൾക്ക് മുസ്ലിയാർ ഈ നമ്മുടെ സമൂഹത്തെ എങ്ങനെയാണ് അവർ വഞ്ചിക്കുന്നത് മനസ്സിലാകാനും ഇതിന്റെ ഒരു ഗൗരവം മനസ്സിലാകാനും 12-ാം അധ്യായത്തിന്റെ 101-ാമത്തെ വാചകം, 5-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാചകം, ഈ 2 വചനവും ഞാൻ നിങ്ങൾക്ക് തൽക്കാലമായി ഒരുപാട് ആയത്തുകളുടെ കൂട്ടത്തിൽ നിന്ന് ഈ 2 എണ്ണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരു ഖുർആനിക വചനം കൂടെ ഞാൻ ആഡ് ചെയ്യും. സൂറത്ത് ഇബ്രാഹിമിലെ 7-ാമത്തെ വചനം. ഈ 3 വചനങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോ. ഒന്നാമതായി സൂറത്ത് യൂസുഫിന്റെ 101, റബ്ബി, തുടക്കം തന്നെ എങ്ങനെയാണ്? റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസി ഫാത്തിറസ് സമാവാതി വൽ അർളി അൻത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറ. ഈ ദുനിയാവിൽ പടച്ചോനെ നീ എനിക്ക് രാജാധികാരത്തിൽ നിന്ന് നൽകി. അപ്പൊ യൂസുഫ് നബിക്ക് രാജാധികാരം നൽകിയത് ആരാ? യൂസുഫ് നബിന്റെ ബാപ്പ ഒരു നബിയായിരുന്നു. ആ നബിയല്ല, അതിന് മുമ്പ് കഴിഞ്ഞുപോയ നബിമാരുണ്ട്, അവരല്ല, മലക്കല്ല, ജിന്നല്ല. പിന്നെ രാജാധികാരം നൽകിയ റബ്ബേ നീയാണ്. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി, രാജാധികാരത്തിൽ നിന്ന് നീ എനിക്ക് നൽകി, സ്വപ്ന വ്യാഖ്യാനവും നീ എനിക്ക് നൽകി. എന്നിട്ട് പറയുന്നെന്താ? അൻത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറ, ഈ ദുനിയാവിലും ആഖിറത്തിലും നീയാണ് എന്റെ രക്ഷാധികാരി. ദുനിയാവിൽ എനിക്ക് എന്തുണ്ടോ അത് തരുന്നു നീ തന്നെ, ആഖിറത്തിൽ എനിക്ക് എന്തുണ്ടോ അത് തരുന്നു നീ തന്നെ. ഇനി ഞാൻ ചോദിക്കുന്നത്, ഈ യൂസുഫ് നബി ഈ മൊയ്ലിയാരെ കണ്ടുമുട്ടിയാൽ, ചിന്തിക്കാൻ വേണ്ടിയാണ്, ഈ മൊയ്ലിയാരെ യൂസുഫ് നബി കണ്ടുകിട്ടിയ മുസ്ലിമായിട്ട് അംഗീകരിക്കുമല്ലേ? നിങ്ങൾ ചിന്തിച്ചോളൂ. മാത്രമല്ല സൂറത്ത് അംബിയ 21-ാം അധ്യായം 73-ാമത്തെ വചനം, വല്ലം ഖുർആൻ കൊണ്ട് പറയാട്ടോ. 21-ാം അധ്യായം 73-ാമത്തെ വചനത്ത് പറയുന്നതോ, വജഅൽനാഹും അയിമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ വൗഹൈനാ ഇലൈഹിം ഫീൽ ഖൈറാത്ത്.
നമ്മുടെ കൽപ്പന പ്രകാരമുള്ള റോൾ മോഡലായിട്ടാണ് പ്രവാചകന്മാരെ അയച്ചത്. ആ പ്രവാചകന്മാർ നമ്മളോട് പറയുന്നത് അറിയോ? ദുനിയാവിലോ ആഖിറത്തിലോ എന്തുണ്ടോ അത് മുഴുവനും നമുക്ക് നൽകുന്നത് അള്ളയാണ്. ഒരു മിസ്കാല ദർറത്ത് ഖൈറ് അള്ളയാണ് നൽകുന്നതെന്ന് വിശ്വസിച്ചാൽ അക്കീദ ക്ലിയർ ആവും അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, അള്ളാന്റെ റസൂലിനോട് വരെ ചില വാചകങ്ങൾ സഹാബത്ത് പറഞ്ഞപ്പോ തിരുത്തി കൊടുക്കുക ചെയ്ത നബി. അള്ളയും പിന്നെ റസൂൽ എന്ന് പറഞ്ഞപ്പോ പോലും, അള്ളാഹു റസൂൽ ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞപ്പോ പോലും അള്ളാഹുവിന്റെ റസൂൽ തിരുത്തി കൊടുക്കുക ചെയ്ത്. ഇനി നിങ്ങള് സൂറത്ത് ഇബ്രാഹിമിലെ 7-ാമത്തെ വചനം എന്താ? വൈദ് തഅദ്ദന റബ്ബുക്കും ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾക്ക് ഞാൻ ഒരുപാട് നിയമത്ത് തന്നിട്ടുണ്ട്. അല്ലാഹ് പറയാ, നിങ്ങൾക്ക് ഞാൻ ഒരുപാട് നിയമത്ത് തന്നിട്ടുണ്ട്, അതിനോട് നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാനത് വർദ്ധിപ്പിച്ചു തരും. ഇനി നിങ്ങൾ ഈ മുസ്ലിയാരെ വാക്ക് പ്രകാരോ CM മടവൂര് ദുനിയാവിൽ നമുക്ക് ഒരുപാട് തന്നിട്ടുണ്ട്, ആഖിറത്തിലും തന്നിട്ടുണ്ട്. അപ്പൊ അത് വർദ്ധിപ്പിച്ചു തരേണ്ടത് ആരാണ്? CM മടവൂരാണ്. അപ്പൊ തേടേണ്ടത് ആരോടാണ്? CM മടവൂരിനോട്. എത്ര ഗുരുതരമായ ശിർക്കിൽ! ഞാൻ ഈ പ്രസംഗത്തിന്റെ ഈ ഭാഗം, ഞാൻ ഈ പറയുന്ന ഭാഗം പ്രത്യേകം കട്ട് ചെയ്ത് നിങ്ങൾ സമസ്തയുടെ ഗ്രൂപ്പിലിട്. ഒരുപാട് മനുഷ്യന്മാർക്ക് വിളിച്ചുണ്ടാവും. എനിക്ക് ഉറച്ച വിശ്വാസമാണ്. കാരണം അള്ളാഹ് പടച്ച കൽബ അവന്റെ അടുത്തുള്ളത്, മൊയ്ലിയന്മാർ പടച്ച കൽബല്ല. അത്രമേൽ വലിയ ശിർക്കിലാണ് ഈ സമുദായം.